ധനാപഹരണം ഉൾപ്പെടെയുള്ള കെടുകാര്യസ്ഥതയും കണ്ടെത്താൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് സാധിച്ചു. നേരത്തെ ഞങ്ങൾ വരുന്ന ഭരണസമിതിക്ക് മുമ്പേ നടന്നിരിക്കുന്ന ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് ചെയ്യുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ വിശദമായി ഇതിന്റെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഈ സ്ഥാപനത്തിന് ചില ആളുകളിതിരെ പൊതുമുതൽ കവർന്നെടുത്തതിനുള്ള ഉപകരണമാക്കി മാറ്റിയത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിന് ഉദാഹരണമായി പറയാനുള്ളത് ഈ 5 വർഷം 6 വർഷക്കാലത്തെ ഓഡിറ്റുകൾ നടന്നില്ല, ഒരു താല്പര്യവും കാണിച്ചില്ല. ഈ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്ന ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നില്ല. ഇതൊക്കെ വലിയൊരു പ്രശ്നമാക്കി എടുത്ത് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി ഈ റിപ്പോർട്ട് ചെയ്ത് ഗവൺമെന്റ് നടപടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുത്തു. അതിലൊരു ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള നടപടി പൂർത്തീകരിച്ച് അദ്ദേഹത്തെ അടുത്ത ഭരണസമിതി യോഗത്തിൽ വെച്ച് അദ്ദേഹത്തെ പേരിൽ നടപടി എടുക്കാൻ വേണ്ടി ഫൈനലായി തീരുമാനമെടുത്തു. അതിന് പുറമെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഗവൺമെന്റ് ശുപാർശ ചെയ്തു. ഈ 5-6 വർഷക്കാലത്തെ നഷ്ടമെന്ന് പറയുന്നത് കോടിക്കണക്കിന് കൊടുത്തു ഓരോ വർഷം. 2 വർഷം കൊണ്ട് ഞങ്ങൾ ഈ അടുത്ത ബോർഡ് മീറ്റിംഗോടുകൂടി പെൻഡിങ് ആയിരിക്കുന്ന ഈ ഓഡിറ്റ് കംപ്ലീറ്റ് പൂർത്തിയാകുന്നതോടുകൂടി ഒരു വർഷം നമുക്ക് ഓഡിറ്റിങ്ങിന് വേണ്ടി ചെലവാകുന്നത് 5 കോടി 6 കോടി 7 കോടി സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുകയാണ്. ഇന്റേണൽ ഓഡിറ്റ് വരെ നടത്താൻ സാധിക്കാത്ത ഒരവസ്ഥ. ഇത് ചെയ്യാനുള്ള യോഗ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ വന്നു ഭരണസമിതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു പടാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഉപയോഗിച്ചത്. ആ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത് തന്നെ തിരുമുറയാണ്. ഞങ്ങൾ അത് അവസാനിപ്പിച്ചു. പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം കൊണ്ടുവന്നു. ജീവനക്കാരുടെ നടപടി ആരംഭിച്ചു. അപ്പൊ സ്വാഭാവികമായും ഇതിനോട് താല്പര്യമില്ലാത്ത ചില ഉദ്യോഗസ്ഥന്മാരും ചില ജീവനക്കാരും ട്രേഡ് യൂണിയനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ട്രേഡ് യൂണിയനെ ചില വിഭാഗം ആളുകൾ കൂട്ടുപിടിച്ച് സ്ഥാപനത്തിനെതിരെയും ഇതിനെതിരെ നടപടി സ്വീകരിച്ച സ്ഥാപനത്തിന്റെ MD-ക്കെതിരായുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു. അതല്ലാതെ മറ്റൊരു പ്രശ്നവും പുതുതായി ഇതിലില്ല. ഇപ്പോ കമ്പനി ചെറിയൊരു ലാഭത്തിലാണ്. കഴിഞ്ഞ വർഷം ഈ നഷ്ടം മുഴുവൻ നികത്താൻ കഴിഞ്ഞു, സുതാര്യമാക്കാൻ കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ തീരുമാന സ്ഥാപനത്തിനകത്ത് എല്ലാ അക്കൗണ്ടിംഗ് സംവിധാനം ഇന്റേണൽ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചുകൊണ്ട് അടുത്ത് വരാൻ പോകുന്ന വർഷങ്ങളിൽ 100% ലാഭത്തിലാകാൻ വേണ്ടി സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ജീവനക്കാരുടെ PF വരെ അടച്ചിരുന്നു. അതൊക്കെ കുടിശ്ശിക. ഞങ്ങൾ വന്നതിന് ശേഷം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലായിരുന്നു കുടിശ്ശിക തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. കോഴിക്കോട് നമുക്ക് പുതിയൊരു യൂണിറ്റ് ആരംഭിച്ചു. 5 മാസമായിട്ട് അത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവനക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും അഴിമതി അതിനോട് യാതൊരു ദാക്ഷിണ്യവും ഭരണസമിതികളുടെ ഭാഗത്ത് ഉണ്ടാവില്ലാത്ത അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. കൃത്യമായ രൂപത്തിലുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റം അതായിരുന്നു. വളരെ നല്ല രൂപത്തിൽ ഇത് ഈ സ്ഥലത്ത് മുന്നോട്ട് പോകുന്നു. 171 അത് 2 കൂടെ താൽക്കാലിക ജീവനക്കാർ.